രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ഈയൊരു കാര്യം മാത്രം ചെയ്താൽ ഞാൻ ഉറപ്പു നൽകുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചിന്തിക്കുക മാത്രം ചെയ്യുന്ന ആ സ്വപ്നം നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. പക്ഷെ ചോദ്യമിതാണ്, രാത്രിയുടെ ഈ ശക്തി ഉപയോഗിക്കാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ? അതോ എല്ലാ രാത്രിയും പോലെ ഇന്നും ചിന്തിക്കാതെ ഉറങ്ങാൻ പോവുകയാണോ? മറ്റൊരു സ്വപ്നം കൂടി അപൂർണമായി അവശേഷിപ്പിക്കുകയാണോ? നിൽക്കൂ. കാരണം ബുദ്ധനും വേദങ്ങളും ശാസ്ത്രവും മനഃശാസ്ത്രവും ഒരുപോലെ അംഗീകരിച്ച ഒരു രഹസ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും മൈനസ് പ്രണയം, പണം, സമാധാനം, വിജയം മൈനസ് അതെല്ലാം നിങ്ങളിലേക്ക് ഓടിയെത്തും. നോക്കൂ, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധമനസ്സ് ഏറ്റവും കൂടുതൽ സജീവമായിരിക്കും. നിങ്ങളുടെ ബോധമനസ്സ് ക്ഷീണിച്ചുറങ്ങുന്നു, എന്നാൽ നിങ്ങളുടെ ഉപബോധമനസ്സ് അപ്പോൾ ഉണർന്നിരിക്കുകയാണ്. ആ നിമിഷം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. ചിന്ത പോലെ ജീവിതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതൊരു വെറും പഴഞ്ചൊല്ലല്ല, ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അത് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ തലച്ചോറ് ആ ചിന്തയെ ഒരു സത്യമായി അംഗീകരിക്കുന്നു. പിന്നീട് ഈ പ്രപഞ്ചം മുഴുവൻ ആ ചിന്തയെ യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എനിക്കൊന്നുമില്ല, എന്റെ തലവര മോശമാണ്, ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിലോ? അപ്പോൾ പ്രപഞ്ചവും പറയും, ശരി, നീ പറയുന്നതുപോലെ തന്നെ ഞാൻ ചെയ്യാം. എന്നാൽ ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ പുതിയൊരു കഥ പറയുകയാണെങ്കിലോ? എനിക്ക് കഴിവുണ്ട്, ഞാൻ ഓരോ ദിവസവും മെച്ചപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നതെന്തും എനിക്ക് ചെയ്യാൻ കഴിയും എന്ന്. എങ്കിൽ അത് വെറും വാക്കുകളായിരിക്കില്ല. ഇത് നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോണുകളിൽ പുതിയ വഴികൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുന്ന പുതിയ ചിന്തകളുടെ വഴികൾ. ഇവിടെ ശ്രദ്ധിക്കുക. ഇത്രയും മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഇത് അവഗണിക്കുകയാണെങ്കിൽ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു, ഓരോ രാത്രിയും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതം നശിപ്പിക്കുകയാണ്. കാരണം നെഗറ്റീവ് ചിന്തകളോടെ ഒന്നും അറിയാതെ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഭാഗ്യത്തിന് നിങ്ങൾ തന്നെ താഴ്വീഴ്ത്തുകയാണ്. എന്നാൽ ഇന്ന് രാത്രി മുതൽ വെറും 5 മിനിറ്റ്, അതെ, വെറും 5 മിനിറ്റ് നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ നിങ്ങൾ ആരംഭിച്ചാൽ 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്തകൾ മാറും, 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതവും. ഇതൊരു മായാജാലമല്ല, നൂറ്റാണ്ടുകളായി മറഞ്ഞുകിടന്നിരുന്ന ശാസ്ത്രമാണിത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളൊരു ചിന്ത ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ന്യൂറൽ പാത്വേകൾ രൂപപ്പെടുന്നു. കാട്ടിലൂടെ ഒരേ വഴിയിലൂടെ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ അവിടെ ഒരു നടപ്പാതയുണ്ടാകുന്നതുപോലെയാണിത്. നിങ്ങളുടെ തലച്ചോറ് ആ വഴിയെ യാഥാർത്ഥ്യമായി കണക്കാക്കാൻ തുടങ്ങുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു കാര്യത്തിൽ ആവർത്തിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിലും അതുപോലെയുള്ളവ കാണാൻ തുടങ്ങും. ഇതിനെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. മൈനസ് നിങ്ങൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് അനുഭവിക്കണം എന്ന് തീരുമാനിക്കുന്ന നിങ്ങളുടെ തലച്ചോറിന്റെ ഫിൽട്ടർ. എന്റെ കയ്യിൽ പണമില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ചാൽ ദാരിദ്ര്യവും നഷ്ടവും ഇല്ലായ്മയും മാത്രമേ RAS നിങ്ങൾക്ക് കാണിച്ചു തരൂ. എന്നാൽ എനിക്ക് അവസരങ്ങളുണ്ട്, ഞാൻ മുന്നോട്ടു പോവുകയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പുതിയ വഴികൾ അത് കാണിച്ചു തരും. പുതിയ ആളുകളെ കണ്ടുമുട്ടും, അവസരങ്ങൾ തേടിയെത്തും. ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായി നിങ്ങൾ മാറുന്നു. ഗീത പറയുന്നു, മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ സുഹൃത്തും മനസ്സ് തന്നെയാണ് അവന്റെ ശത്രുവും. വേദങ്ങൾ പറയുന്നു, യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ, അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് പുറത്ത് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ചിന്തകൾ പ്രപഞ്ചത്തിൽ ഒരു ഊർജ്ജമായി പടരുന്നു. ഓരോ ചിന്തയും ഒരു വൈബ്രേഷനാണ്, ഒരു കമ്പനം. നിങ്ങളുടെ ചിന്തകളുടെ അതേ വൈബ്രേഷനിലുള്ള കാര്യങ്ങളെ പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ചിന്തയിൽ ഭയമുണ്ടെങ്കിൽ ഭയവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വരും. നിങ്ങളുടെ ചിന്തയിൽ വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വന്തം മനസ്സിൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ട് സ്വന്തം ചിന്തകൾ കൊണ്ടുതന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സങ്കടങ്ങളും വേദനകളും ബന്ധങ്ങളിലെ തകർച്ചകളും വലിച്ചുകൊണ്ടുവരികയാണ്. ഇന്നും നിങ്ങൾ ഇത് തുടരുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങൾ പോലെ തന്നെയായിരിക്കും വരാനിരിക്കുന്ന 5 വർഷങ്ങളും. ചിന്ത മാറ്റുക, ഫലം മാറും. എന്നാൽ ഒരാൾ തന്റെ ചിന്തകളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുമ്പോൾ താൻ ചിന്തിക്കുന്നതേ സംഭവിക്കൂ എന്ന് ഓരോ പകലും രാത്രിയും വിശ്വസിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ഇന്നെല്ലാം നേടിയെടുത്ത ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ മറ്റാരുമല്ല, പ്രപഞ്ചവുമായി സമന്വയം കണ്ടെത്തിയ വ്യക്തിയാണത്. പ്രാക്ടിക്കൽ ടൂളുകൾ എങ്ങനെ തുടങ്ങാം? നിങ്ങളുടെ ചിന്തയെ പ്രപഞ്ചവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന 3 ടൂളുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഡയറക്റ്റ് ലിങ്ക്. ഓരോ രാവിലെയും രാത്രിയും ഈ 3 വാക്യങ്ങൾ പറയുക. 1. എല്ലാം സാധ്യമാക്കാൻ കഴിയുന്ന ആ ഊർജ്ജവുമായി ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. 2. എന്റെ ചിന്തകളാണ് എന്റെ ഭാഗ്യം.
3. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ വാക്കുകൾ വെറുതെ പറഞ്ഞാൽ പോരാ. അത് ഹൃദയത്തിൽ നിന്ന് അനുഭവിക്കണം. വെറും ആഗ്രഹം മാത്രം പോരാ. ആ കാര്യം ലഭിക്കുമ്പോഴുള്ള സന്തോഷം, ആ ആവേശം, അത് ഇന്ന് തന്നെ അനുഭവിച്ചു തുടങ്ങണം. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ അത് അനുഭവിക്കുന്നുവോ അത്രയും വേഗത്തിൽ പ്രപഞ്ചം ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കും. എല്ലാ ദിവസവും നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്റെ ചിന്തകൾ കൊണ്ട് എനിക്കെല്ലാം നേടാൻ കഴിയുമെങ്കിൽ ഇന്ന് ഞാൻ എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? ഈ ചോദ്യം തന്നെ നിങ്ങളുടെ ദിശ നിർണ്ണയിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്നുവരെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഉത്കണ്ഠ, ഭയം, തോൽവിയുടെ വേദന, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ ദേഷ്യം. ഇതൊക്കെ മനസ്സിൽ നിറച്ചാണ് നിങ്ങൾ ഉറങ്ങിയതെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പ്രപഞ്ചം നിങ്ങൾക്കായി ഇതേ സാഹചര്യങ്ങൾ തന്നെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല. അത് നിങ്ങളുടെ ഊർജ്ജത്തെ, നിങ്ങളുടെ വികാരങ്ങളുടെ ആഴത്തെയാണ് പിടിച്ചെടുക്കുന്നത്. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ ബ്രെയിൻ വേവുകൾ മാറുന്നു. ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്കും പിന്നീട് തീറ്റയിലേക്കും. നിങ്ങളുടെ ബോധമനസ്സ് സാവധാനത്തിലാവുകയും ഉപബോധമനസ്സിന്റെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് തീറ്റ സ്റ്റേറ്റ്. നിങ്ങളുടെ ജീവിതത്തിന്റെ വിളവ് വളരുന്ന മണ്ണിലേക്ക് നിങ്ങളുടെ ചിന്തകൾ നേരിട്ട് വീഴുന്ന സമയമാണിത്. ആ സമയത്ത് എനിക്കൊന്നും നല്ലത് സംഭവിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആ വിത്ത് പാകിക്കഴിഞ്ഞു. എന്നാൽ ഞാനാണ് എന്റെ ജീവിതത്തിന്റെ സ്രഷ്ടാവ്, നാളെ എനിക്ക് അവസരങ്ങളുടെ പെരുമഴയായിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാന്ത്രിക വിത്ത് പാകിയെന്ന് മനസ്സിലാക്കുക. ബുദ്ധൻ പറഞ്ഞു, രാത്രിയുടെ ഇരുട്ട് പുറത്തല്ല, ഉള്ളിലാണ്. അതിനെ മാറ്റുക, വെളിച്ചം താനേ വരും. ഇതിനർത്ഥം രാത്രി നിങ്ങൾക്കൊരവസരമാണ്. ഉള്ളിലെ ഇരുട്ടിനെ തിരിച്ചറിയാനും അതിനെ മാറ്റാനും പ്രപഞ്ചത്തോട് ഞാനിപ്പോൾ തയ്യാറാണ്, എന്റെ ശക്തി എനിക്ക് തരൂ എന്ന് പറയാനുമുള്ള അവസരം. ഓരോ രാത്രിയും പ്രപഞ്ചം ചോദിക്കുന്നു, നിന്റെ അടുത്ത പ്രഭാതം എങ്ങനെയായിരിക്കണം? നിങ്ങൾ നൽകുന്ന ഉത്തരമാണ് നിങ്ങളുടെ ഭാഗ്യമായി മാറുന്നത്. നിങ്ങളിത് നിസ്സാരമായി കാണുകയാണെങ്കിൽ എല്ലാ രാത്രിയും നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഓരോ രാത്രിയും അതേ ഭയവും ഉത്കണ്ഠയും ദേഷ്യവും ഉള്ളിൽ നിറച്ച് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി പുലർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഓരോ രാത്രിയും ഒരു അവസരമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് പഴയ വേദനകൾ ആവർത്തിക്കാം, അല്ലെങ്കിൽ പുതിയ ഭാവിയുടെ തിരക്കഥ എഴുതാം. 7 മിനിറ്റ് നൈറ്റ് റിച്വൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് രാത്രിയിലെ 7 മിനിറ്റ് റിച്വൽ നൽകാം. പൂർണ്ണ മനസ്സോടെ നിങ്ങളിത് ദിവസവും ചെയ്താൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടുതന്നെ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. സ്റ്റെപ്പ് 1. റിലീസ്. കണ്ണുകളടച്ച് ദീർഘമായി ശ്വാസമെടുക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, മുഴുവൻ ദിവസത്തെയും ഉത്കണ്ഠകളും ഭയവും നെഗറ്റിവിറ്റിയും ഞാൻ ഉപേക്ഷിക്കുകയാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. സ്റ്റെപ്പ് 2. വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതം മാറിയതായി സങ്കൽപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ, നിങ്ങൾ ആഗ്രഹിച്ച ബന്ധത്തിൽ, ആ വിജയത്തിന്റെ കൊടുമുടിയിൽ നിങ്ങളിപ്പോൾ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. അത് അനുഭവിക്കുക, കാണുക, പുഞ്ചിരിക്കുക. സ്റ്റെപ്പ് 3. അഫർമേഷൻ. ഈ വാക്കുകൾ ആഴത്തിൽ പറയുക. ഞാനൊരു ശക്തമായ ആത്മാവാണ്. ഓരോ ദിവസവും പ്രപഞ്ചം എന്നെ എന്റെ ആഗ്രഹങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. എന്റെ ചിന്തകളാണ് എന്റെ ഭാഗ്യത്തിന്റെ സൃഷ്ടാവ്. അതിനുശേഷം ശാന്തമായി ഉറങ്ങുക. ഇനി പ്രപഞ്ചം പ്രവർത്തിക്കും, ഊർജം ചലിച്ചു തുടങ്ങും. ഓരോ രാത്രിയും നിങ്ങളുടെ പക്കൽ ഒരു ശക്തിയുണ്ട്, ഇന്നുവരെ നിങ്ങൾ അവഗണിച്ച ഒരു പവർ. എന്നാൽ ഇപ്പോൾ ഈ രഹസ്യം നിങ്ങൾക്ക് മുന്നിലുള്ളപ്പോൾ നിങ്ങൾക്കിനി അത് അവഗണിക്കാനാവില്ല. ഒന്നുകിൽ ഇന്ന് രാത്രി മുതൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഗ്യം എഴുതും, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു തലവര ലോകം നിങ്ങൾക്ക് വേണ്ടി എഴുതും. നിങ്ങളുടെ തലച്ചോറ് 2 ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനും ഉപയോഗിക്കുന്ന ബോധമനസ്സ്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ 95% നിയന്ത്രിക്കുന്ന ഉപബോധമനസ്സ്. ഉപബോധമനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. അതിലെന്താണോ നൽകിയിരിക്കുന്നത് അത് മാത്രമേ അത് പ്രവർത്തിപ്പിക്കൂ. അതിൽ ഭയം, ഇല്ലായ്മ, പരാജയം എന്നീ ചിന്തകൾ ആവർത്തിച്ച് നൽകിയാൽ അത് അതുതന്നെ കാണിക്കും. എന്നാൽ ഇപ്പോൾ സിസ്റ്റം റീസെറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഒന്ന് നിർത്തൂ, ചിന്തിക്കൂ. നിന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല, നീ മറ്റുള്ളവരെക്കാൾ ദുർബലനാണ്, നിനക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ പറയൂ, നിങ്ങൾ നിങ്ങളുടെ തന്നെ തടവറയിലല്ലേ? ഈ ജീവിതം ഒരു ശിക്ഷയായി തോന്നുന്നില്ലേ? ഇനി മതി. ആ ബഗുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള സമയമാണിത്. നിങ്ങളുടെ തലച്ചോറിന്റെ കോഡ് തിരുത്തിയെഴുതാനുള്ള സമയമാണിത്. ഉപബോധ മനസ്സിനെ എങ്ങനെ മാറ്റാം? സ്റ്റെപ്പ് 1. പഴയ പ്രോഗ്രാമിനെ തിരിച്ചറിയുക. ആദ്യം നിങ്ങളോട് തന്നെ സത്യസന്ധമായി ചോദിക്കുക, എന്റെ ഏറ്റവും വലിയ ഭയം എന്താണ്? ഏത് ചിന്തയാണ് എന്നെ എപ്പോഴും തടഞ്ഞു നിർത്തുന്നത്? ഞാൻ എന്നെ തന്നെ ദുർബലനായി കാണുന്നുണ്ടോ? എഴുതുക. അതൊരു കടലാസിലേക്ക് പകർത്തുക.
നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മാറ്റാൻ കഴിയൂ. സ്റ്റെപ്പ് 2, അതിനെ വെല്ലുവിളിക്കുക. ഇനി ഓരോ നെഗറ്റീവ് ചിന്തയ്ക്കും നേരെ ഈ ചോദ്യം എഴുതുക: ഇത് 100% സത്യമാണോ? എന്നിട്ട് ഇതിന്റെ നേരെ വിപരീതമായത് എന്തായിരിക്കുമെന്ന് എഴുതുക. ഉദാഹരണത്തിന്, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നതിനു പകരം എന്റെ ഉള്ളിൽ അപാരമായ ശക്തിയുണ്ട്, ഞാൻ ഓരോ ദിവസവും മെച്ചപ്പെടുന്നു എന്നെഴുതുക. സ്റ്റെപ്പ് 3, അഫർമേഷനുകളിലൂടെ പുതിയ വിത്തുകൾ പാകുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിനു മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ 5 വാക്യങ്ങൾ നിങ്ങളോട് തന്നെ പറയുക: ഞാനൊരു ശക്തമായ ആത്മാവാണ്. എന്റെ ഉപബോധ മനസ്സ് എന്നെ വിജയത്തിലേക്ക് നയിക്കുന്നു. എന്നിൽ ഭയമല്ല, വിശ്വാസമാണ് നിറഞ്ഞിരിക്കുന്നത്. എന്റെ ചിന്തകളാണ് എന്റെ ലോകം സൃഷ്ടിക്കുന്നത്, ആ ചിന്തകളെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. എന്നെത്തന്നെയും എന്റെ ഭാഗ്യത്തെയും മാറ്റാൻ ഞാൻ തയ്യാറാണ്. ഈ വാക്യങ്ങൾ അനുഭവിക്കുക. വെറുതെ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ മുഴുവൻ അസ്തിത്വത്തോടും കൂടി അത് ജീവിക്കുക. സ്റ്റെപ്പ് 4, വിഷ്വലൈസേഷൻ. നിങ്ങൾ എവിടെ എത്താനാണോ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങളെത്തന്നെ കാണുക. ഓരോ രാത്രിയും കണ്ണുകളടച്ച് 5 മിനിറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം സങ്കൽപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളി, നിങ്ങൾ രുചിച്ചറിയാൻ ആഗ്രഹിക്കുന്ന വിജയം മൈനസ് എല്ലാം ഇപ്പോഴാണ് സംഭവിക്കുന്നത് എന്നതുപോലെ ഓരോ ചെറിയ വിശദാംശങ്ങളും സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് പ്രപഞ്ചം പുറത്ത് സൃഷ്ടിക്കുന്നത്. സ്റ്റെപ്പ് 5, സ്ഥിരതയാണ് പ്രധാനം. പലരും ഇതൊക്കെ 1-2 ദിവസം ചെയ്തിട്ട് പറയും, ഒന്നും മാറിയില്ല എന്ന്. കേൾക്കൂ, വർഷങ്ങളോളമായി തെറ്റായ പ്രോഗ്രാമിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ നയിച്ചത്. അതിന് ശരിയാകാൻ സമയവും സമർപ്പണവും ആവശ്യമാണ്. എന്നാൽ നാളെയൊരിക്കൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും, ഞാൻ എനിക്കുവേണ്ടി എടുത്ത ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു ഇത്. ഒരു സാധാരണ കർഷകനുണ്ടായിരുന്നു. അവൻ എന്നും ചിന്തിച്ചിരുന്നത് ഞാൻ വെറും മണ്ണിനു വേണ്ടിയുള്ളവനാണ് എന്നാണ്. ഒരു ദിവസം അവനൊരു സന്യാസിയോട് ചോദിച്ചു, എനിക്കൊരിക്കലും ഒരു വലിയ മനുഷ്യനാകാൻ കഴിയുമോ? സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഉള്ളിലുള്ള അതേ മണ്ണുകൊണ്ട് തന്നെയാണ് ദൈവം ശ്രീരാമനെയും സൃഷ്ടിച്ചത്. നീ എന്താണ് എന്നതിലല്ല കാര്യം, നിന്നെക്കുറിച്ച് നീ എന്താണ് വിശ്വസിക്കുന്നത് എന്നതാണ് ചോദ്യം. ആ ദിവസം മുതൽ കർഷകൻ തന്റെ ചിന്തകൾ മാറ്റി. 10 വർഷത്തിനു ശേഷം അവൻ ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വ്യാപാരിയായി മാറി. എന്തുകൊണ്ട്? കാരണം അവൻ അവന്റെ കോഡ് മാറ്റി. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ അടുത്ത 5 വർഷത്തിനു ശേഷവും അതേ ചിന്തകൾ, അതേ സങ്കടം, അതേ സാഹചര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതകഥ. പിന്നീട് ഖേദിക്കുന്നതിലും നല്ലത് ഇന്ന് തന്നെ ഉണർന്ന് നിങ്ങളെത്തന്നെ മാറ്റുന്നതാണ്. നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കൂ. അതുകൊണ്ട് നിങ്ങളോട് തന്നെ പറയുക, ഇപ്പോൾ ഞാൻ എന്നെ മാറ്റുകയാണ്. എന്റെ ഉപബോധ മനസ്സ് എന്റെ പങ്കാളിയാണ്, എന്റെ തടസ്സമല്ല. നിങ്ങൾ ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആൽഫ തീറ്റ ബ്രെയിൻ വേവുകളിലേക്ക് പ്രവേശിക്കുന്നു. ഈ അവസ്ഥയിലാണ് നിങ്ങൾ ഏറ്റവും ഗ്രഹണശേഷിയുള്ളവരാകുന്നത്. നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള വിഷ്വലൈസേഷൻ ചെയ്യാനും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വിത്തുകൾ പാകാനും കഴിയും. അത് നേരം പുലരുമ്പോഴേക്കും മുളപൊട്ടും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ വിത്തുകളാണ് രാത്രി മുഴുവൻ വളരുന്നത്. എന്നാൽ ഞാൻ പ്രപഞ്ചത്തിന്റെ അപാരമായ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് നേടാൻ കഴിയും എന്ന് നിങ്ങൾ പറഞ്ഞാൽ പ്രപഞ്ചം തിരികെ ചോദിക്കും, എന്താണ് അയക്കേണ്ടത് മുതലാളി? ഓരോ രാത്രിയും കിടക്കയിൽ കിടന്ന് കണ്ണുകളടയ്ക്കുമ്പോൾ ഒന്നുകിൽ ഭയം, ടെൻഷൻ, പരാജയം എന്നിവയുടെ ചിത്രങ്ങളോടെ നിങ്ങൾ ഉറങ്ങുന്നു, അല്ലെങ്കിൽ ധ്യാനം, നന്ദി, സ്വപ്നങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളോടെ. ചോദ്യമിതാണ്, നിങ്ങൾ എന്താണ് പ്രപഞ്ചത്തെ ഏൽപ്പിക്കുന്നത്? കാരണം പ്രപഞ്ചം ഒരിക്കലും നിരസിക്കില്ല. അതിന് നൽകുന്നതെന്തും അത് ഗുണിച്ച് തിരികെ നൽകുന്നു. നിങ്ങളുടെ രാത്രിയെ മാന്ത്രികമാക്കാൻ ഒരൊറ്റ വാക്യം മതി. പ്രപഞ്ചത്തിന് വ്യക്തമായ സന്ദേശം നൽകുന്ന ആ വാക്യം ഇതാണ്: ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ ഞാൻ യോഗ്യനാണ്. അല്ലെങ്കിൽ ഞാൻ പ്രപഞ്ചത്തിന്റെ അപാരമായ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഓരോ ദിവസവും എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. ഇതൊരു സാധാരണ വാക്കല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിനും പ്രപഞ്ചത്തിനുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഊർജ്ജ സൂചനകളാണിവ. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് ഈ 5 കാര്യങ്ങൾ ചെയ്യുക. സ്റ്റെപ്പ് അനുപാതം 1:5 മിനിറ്റ് ദീർഘശ്വാസം. കണ്ണുകളടയ്ക്കുക. പതുക്കെ ദീർഘമായി ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക. ദിവസത്തെ മുഴുവൻ തിരക്കുകളിൽ നിന്നും നിങ്ങളെത്തന്നെ അകറ്റി നിർത്തുക. സ്റ്റെപ്പ് 2, നന്ദി പറയാവുന്ന 3 കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ ഓർക്കുക. ഇന്നത്തെ എന്റെ ഭക്ഷണത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ആരോഗ്യത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഊർജ്ജത്തെ ഉയർത്തുന്ന ഏറ്റവും ശക്തമായ കമ്പനമാണ് നന്ദി പ്രകടിപ്പിക്കൽ. സ്റ്റെപ്പ് 3, വിഷ്വലൈസേഷൻ, സങ്കൽപ്പിക്കൽ. ഇപ്പോൾ കണ്ണുകളടച്ച് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ജീവിതം കാണുക.
നിങ്ങളുടെ സ്വപ്നഭവനം, വാഹനം, വിജയം, ആത്മാഭിമാനം മൈനസ് ഓരോ കാര്യവും സജീവമാക്കുക. എല്ലാം ഇപ്പോൾ സംഭവിക്കുന്നതുപോലെ അനുഭവിക്കുക. വാക്യങ്ങൾ സ്വയം പറയുക. ഞാൻ പ്രപഞ്ചശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഓരോ ദിവസവും എന്റെ സ്വപ്നങ്ങളോടടുക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിലേക്ക് വരികയാണ്. സ്റ്റെപ്പ് 4. അതേ വികാരത്തോടെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുക. അതേ പോസിറ്റീവ് വികാരത്തിൽ നിങ്ങളുടെ മനസ്സിനെ ലയിപ്പിക്കുക. ഇനി ഉറങ്ങുക. രാത്രി മുഴുവൻ നിങ്ങളുടെ ഉപബോധമനസ്സ് ഇതേ വികാരത്തിലും ഊർജ്ജത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ജിം കാരിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു കാലത്ത് അദ്ദേഹത്തിന് താമസിക്കാൻ ഒരിടം പോലും ഉണ്ടായിരുന്നില്ല. ഓരോ രാത്രിയും ഒരു സൂപ്പർസ്റ്റാറായി അദ്ദേഹം സ്വയം കണ്ടു. ഒരു ചെക്കിൽ $10 മില്യൺ എഴുതി സ്വന്തം പോക്കറ്റിൽ വെച്ചു. ഓരോ രാത്രിയും അതേ വിഷ്വലൈസേഷൻ. ഓരോ രാത്രിയും അതേ വാക്യം, ഞാൻ ഇതിന് യോഗ്യനാണ്. 5 വർഷത്തിനു ശേഷം അദ്ദേഹത്തിന് ഒരു സിനിമയ്ക്കായി $10 മില്യൺ ചെക്ക് ലഭിച്ചു. ഇതൊരു യാദൃശ്ചികതയായിരുന്നില്ല. ഇത് ഉറക്കത്തിന്റെ ആ അവസ്ഥയുടെ മാന്ത്രികതയായിരുന്നു. രാത്രിയിൽ ഈ കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ക്ഷീണിച്ചു. ഇനി ഒന്നും നടക്കില്ല. ഈ വാക്യങ്ങൾ ഉപബോധമനസ്സിൽ വിഷം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ദിവസം നിങ്ങൾ എങ്ങനെ ഉറങ്ങിയോ അതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾ ഉണരും. പവർ റിമൈൻഡർ. ഉറങ്ങുന്നതിനു മുമ്പുള്ള നിങ്ങളുടെ അവസാനത്തെ ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ദിശ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഭയത്തോടെയല്ല, വിശ്വാസത്തോടെ ഉറങ്ങുക. സംശയത്തോടെയല്ല, സാധ്യതകളോടെ ഉറങ്ങുക. വേദനയോടെയല്ല, പ്രാർത്ഥനയോടെ ഉറങ്ങുക. പ്രപഞ്ചം മനുഷ്യഭാഷയിലല്ല സംസാരിക്കുന്നത്. അത് ഇമെയിലോ വാട്സാപ്പ് മെസ്സേജോ അയക്കില്ല. ഊർജ്ജ സൂചനകളിലൂടെയും കമ്പനങ്ങളിലൂടെയുമാണ് അത് സംസാരിക്കുന്നത്. നിങ്ങൾ ശാന്തനായാൽ, ബോധവാനായാൽ ചുറ്റും നിന്നും ശബ്ദങ്ങൾ വരാൻ തുടങ്ങും. അതെ, നീ ശരിയായ വഴിയിലാണ്. ഒരു ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ ദിവസവും വിഷ്വലൈസേഷൻ ചെയ്യുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്ന് കരുതുക. ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കുകയല്ല. നിന്റെ സ്വപ്നം തയ്യാറാണ്, നീയും തയ്യാറാണോ എന്ന സൂചനയാണ് അത് നിങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ ആ സൂചനകൾ നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിലുകൾ നിങ്ങൾ തന്നെ പൂട്ടുകയാണ് എന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചത്തിന്റെ 7 വലിയ സൂചനകൾ. 1. ആവർത്തിച്ചു കാണുന്ന നമ്പറുകൾ. 11 11 222 777. ഈ നമ്പറുകൾ ക്ലോക്കിൽ മാത്രമല്ല കാണുന്നത്, ഇവ പ്രപഞ്ചത്തിന്റെ സിഗ്നൽ കോഡുകളാണ്. 11 11 എന്നാൽ നിങ്ങളുടെ ചിന്തയും പ്രപഞ്ചവും തമ്മിൽ സമന്വയമുണ്ടായിക്കഴിഞ്ഞു എന്നാണർത്ഥം. 222 എന്നാൽ ക്ഷമയോടെയിരിക്കുക, കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. 777 എന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അടുത്ത തവണ ഈ നമ്പറുകൾ കാണുമ്പോൾ നിർത്തുക, എന്നിട്ട് പറയുക, ഞാൻ ശരിയായ വഴിയിലാണ്, എനിക്ക് വേണ്ടതെല്ലാം വരുന്നുണ്ട്. 2. പെട്ടെന്നുള്ള മാനസിക വ്യക്തത. ഒരു കാലത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ വ്യക്തമാകാൻ തുടങ്ങുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇതൊരു യാദൃശ്ചികതയല്ല. നിങ്ങളുടെ ഊർജം ശരിയായ പാതയിലാണെന്ന പ്രപഞ്ചത്തിന്റെ സന്ദേശമാണിത്. 3. അത്ഭുതപ്പെടുത്തുന്ന യാദൃശ്ചികതകൾ. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പെട്ടെന്ന് അതേ കാര്യം മറ്റെവിടെയെങ്കിലും കാണുന്നു. നിങ്ങൾ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നു, പെട്ടെന്നൊരു കോൾ വരുന്നു. ഒരാളെ ഓർക്കുന്നു, അവർ മുന്നിലെത്തുന്നു. ഇതൊരു യാദൃശ്ചികതയല്ല, ഇതൊരു സ്ഥിരീകരണമാണ്. 4. ഒരേ കാര്യം ആവർത്തിച്ച് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുക. ഒരാശയമോ പാട്ടോ ഡയലോഗോ പുസ്തകമോ നിങ്ങളുടെ മുന്നിൽ ആവർത്തിച്ചു വരികയാണെങ്കിൽ മനസ്സിലാക്കുക, അത് സ്വീകരിക്കാനാണ് പ്രപഞ്ചം പറയുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത ചുവടുവെപ്പിനുള്ള സൂചനയായിരിക്കാം. 5. കാര്യങ്ങൾ താനെ അകന്നുപോകുന്നത്. ആളുകളോ ശീലങ്ങളോ സാഹചര്യങ്ങളോ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലാൻ തുടങ്ങിയാൽ വിഷമിക്കേണ്ട. പ്രപഞ്ചം നിങ്ങളെ തയ്യാറാക്കുകയാണ്. 6. അർത്ഥവത്തായ സ്വപ്നങ്ങൾ. നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ സന്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്നു. ചിലപ്പോൾ ഒരു പരിഹാരം, ചിലപ്പോൾ ഒരു പ്രചോദനം. നിങ്ങൾ സ്വപ്നങ്ങളിൽ ചില സവിശേഷ അനുഭവങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലൂടെ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. 7. ആന്തരിക സമാധാനം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നിങ്ങൾക്കുള്ളിൽ സമാധാനം തോന്നുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ ഒന്നിനെയും എതിർക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ആ പ്രവാഹത്തിലാണ്. ആ പ്രവാഹത്തിലായിരിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. ഇവ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ പ്രതികരിക്കാം? ദിവസവും ജേണൽ എഴുതുക. എന്ത് കണ്ടു? എന്തു തോന്നി? എന്താണ് ആവർത്തിച്ചത്? സ്വപ്നങ്ങൾ രേഖപ്പെടുത്തുക. അതിൽ എന്ത് സന്ദേശമാണ് ഒളിഞ്ഞിരിക്കുന്നത്? ധ്യാനം. ശാന്തമായ മനസ്സിന് മാത്രമേ സൂചനകളെ പിടിച്ചെടുക്കാൻ കഴിയൂ. നന്ദി പറയുക. ഓരോ സൂചനയ്ക്കും പ്രപഞ്ചത്തിന് നന്ദി പറയുക.
കാത്തിരിക്കരുത്, പ്രവർത്തിക്കുക. സൂചനകൾ ദിശ മാത്രമാണ് നൽകുന്നത്. വാഹനം ഓടിക്കേണ്ടത് നിങ്ങളാണ്. രശ്മി എന്നൊരു സാധാരണ പെൺകുട്ടിയുണ്ടായിരുന്നു. എല്ലാ രാത്രിയും അവൾ വിഷ്വലൈസേഷൻ ചെയ്യുമായിരുന്നു. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറാകും. കുറച്ചുനാളൊന്നും സംഭവിച്ചില്ല. പിന്നെ ഒരു ദിവസം അവൾ ആവർത്തിച്ച് 11-11 കാണാൻ തുടങ്ങി. അതിനുശേഷം പെട്ടെന്നൊരു യൂട്യൂബ് വീഡിയോ മുന്നിൽ വന്നു. അതിന്റെ ടൈറ്റിൽ ഇതായിരുന്നു: സ്വന്തം ശബ്ദം കൊണ്ട് ആളുകളുടെ ജീവിതം മാറ്റുക. അവൾ ആദ്യമായി ഒരു വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തു. നോക്കി നിൽക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അവളോട് ചേർന്നു. സൂചനകൾ വരുന്നുണ്ടെന്നും വഴി തയ്യാറാണെന്നും അവൾക്ക് മനസ്സിലായിരുന്നു. നിങ്ങൾ ഈ സൂചനകളെ വീണ്ടും വീണ്ടും അവഗണിച്ചാൽ പതിയെ പ്രപഞ്ചം നിശബ്ദമാകും. കാരണം കേൾക്കാൻ ആളില്ലാത്തപ്പോൾ നൽകുന്നവനും നിർത്തിവെക്കും. പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ പാകുന്ന വിത്തുകളാണ് സൂചനകൾ. എന്നാൽ അവയെ നനച്ച് തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ചിന്തയിലും ആവശ്യപ്പെടുന്നതിലും അഭിനിവേശമില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ, ഊർജ്ജമില്ലെങ്കിൽ പ്രപഞ്ചം ആശയക്കുഴപ്പത്തിലാകുന്നു. ഈ വ്യക്തി ഇത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ അതോ കിട്ടിയാൽ കൊള്ളാമെന്ന് വെറുതെ ചിന്തിക്കുകയാണോ? പ്രപഞ്ചം ആശയക്കുഴപ്പത്തിലാകുന്ന ആ നിമിഷം നിങ്ങളുടെ സ്വപ്നം വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെടും. വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള 7 മന്ത്രങ്ങൾ. 1. വികാരങ്ങളുടെ സ്ഫോടനം. വെറുതെ സങ്കൽപ്പിക്കുക മാത്രം ചെയ്യരുത്. അത് അനുഭവിക്കുക. അതിപ്പോൾ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് വിശ്വസിക്കുക. കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ സീറ്റിലിരിക്കുന്നത് അനുഭവിക്കുക. പണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ ഗന്ധവും അത് നൽകുന്ന സ്വാതന്ത്ര്യവും ജീവിക്കുക. വികാരങ്ങളാണ് ഊർജം. എവിടെ വികാരങ്ങൾ സത്യസന്ധമാണോ അവിടെ അത്ഭുതം ഉറപ്പാണ്. 2. വ്യക്തതയാണ് വേഗത. നിങ്ങളുടെ ആഗ്രഹം അവ്യക്തമാണെങ്കിൽ പ്രപഞ്ചം എങ്ങനെ വ്യക്തമായ വഴി നൽകും? ആവശ്യപ്പെടുമ്പോൾ എനിക്കൊരു നല്ല ജീവിതം വേണം എന്ന് പറയരുത്. പകരം പറയുക: എനിക്ക് മാസം 2 ലക്ഷം സമ്പാദിക്കുന്ന ഒരു ജോലി വേണം, അതിലെനിക്ക് സ്വാതന്ത്ര്യമുണ്ടാകണം, ഞാൻ തന്നെയായിരിക്കണം എന്റെ ബോസ്. എത്രത്തോളം വ്യക്തതയുണ്ടോ അത്രത്തോളം വേഗതയും ഉണ്ടാകും. 3. നന്ദി പ്രകടിപ്പിക്കൽ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വേഗതയേറിയ ഭാഷ. ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 10 കാര്യങ്ങൾക്ക് നന്ദി പറയുക. വെറുതെ താങ്ക് യു എന്നല്ല, ഹൃദയത്തിൽ നിന്ന് പറയുക: എന്റെ ജീവിതത്തിൽ ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് പ്രപഞ്ചത്തിന് നന്ദി. നന്ദിയുള്ളവരായിരിക്കാത്തവരുടെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ പതിയെ വഴുതിപ്പോകാൻ തുടങ്ങും. 4. ആദ്യം നിങ്ങൾക്ക് തന്നെ നൽകുക, പിന്നെ പ്രപഞ്ചം തരും. നിങ്ങൾ ആരോഗ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ആരോഗ്യത്തോടെയുള്ള ജീവിതം നയിക്കുക. നല്ല ഭക്ഷണം, വ്യായാമം, മതിയായ ഉറക്കം. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ ആദ്യം നിങ്ങളെത്തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. ആരുതന്നെ അതിന് അർഹനാണെന്ന് വിശ്വസിക്കുന്നുവോ അവർക്ക് മാത്രമേ പ്രപഞ്ചം നൽകൂ. 5. പ്രചോദിതമായ കർമ്മം. വെറുതെ ചിന്തിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല. ഓരോ വിഷ്വലൈസേഷന് ശേഷവും ഒരു ചെറിയ ചുവട് വയ്ക്കുക. ഒരു ഫോൺ കോൾ ചെയ്യുക, പുതിയൊരു സ്കിൽ പഠിക്കുക, ഒരു അപേക്ഷ നൽകുക. പ്രപഞ്ചം വഴി തുറക്കും, പക്ഷെ നടക്കേണ്ടത് നിങ്ങളാണ്. 6. ദിനചര്യ ഉണ്ടാക്കുക. പ്രപഞ്ചത്തിന് സിഗ്നൽ നൽകുക. ഈ വ്യക്തി തയ്യാറാണ് എന്ന് പ്രപഞ്ചത്തിന് വ്യക്തമാക്കുന്ന തരത്തിൽ ഒരു ദിനചര്യ ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, രാവിലെ 5 മിനിറ്റ് വിഷ്വലൈസേഷൻ, രാത്രി നന്ദി പ്രകടിപ്പിക്കൽ, ഇടവേളകളിൽ അഫർമേഷൻ. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്നു, പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. ഈ ദൈനംദിന സിഗ്നലുകൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ ഫാസ്റ്റ് ട്രാക്കിലാക്കും. 7. സംശയം ബ്രേക്കാണ്, വിശ്വാസം ആക്സിലറേറ്റർ. ഓരോ തവണ സംശയിക്കുമ്പോഴും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ ബ്രേക്ക് വീഴുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വാഹനം ഫ്ലൈഓവറിലേക്ക് കയറുന്നു. സംശയങ്ങളെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പുറത്താക്കുക: ഇത് എനിക്കുള്ളതാണെന്ന് എനിക്കറിയാം, പ്രപഞ്ചം എന്നെ കേൾക്കുന്നുണ്ട്. നീരജ് എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. 14 ദിവസത്തിനുള്ളിൽ ഞാൻ എന്റെ ഡ്രീം ഇന്റേൺഷിപ്പ് നേടും എന്ന് അവൻ സ്വന്തമായി എഴുതിവെച്ചു. എല്ലാ ദിവസവും 10 മിനിറ്റ് അവൻ വിഷ്വലൈസ് ചെയ്തു. 10 കാര്യങ്ങൾ എഴുതി, അതിന് നന്ദി പറഞ്ഞു, ദിവസവും ഒരു ചെറിയ ആക്ഷൻ എടുത്തു. 14-ാം ദിവസം അവൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കമ്പനിയിൽ നിന്ന് അവനൊരു കോൾ വന്നു. കാരണം അവൻ പ്രപഞ്ചത്തിന് വ്യക്തമായ സിഗ്നൽ നൽകി, ആഴത്തിലുള്ള വികാരം നൽകി, ദിവസവും പ്രവർത്തിച്ചു. മാനിഫെസ്റ്റേഷൻ വേഗത്തിലാക്കാൻ വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാം, എന്നാൽ പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് ഒരു ഉറപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ സംശയിക്കില്ല എന്ന ഉറപ്പ്, നിങ്ങൾ ദിനചര്യ പാലിക്കുമെന്ന ഉറപ്പ്, നിങ്ങൾ പ്രവർത്തിക്കുമെന്ന ഉറപ്പ്, അതിലുമുപരി നിങ്ങൾ വിശ്വസിക്കുമെന്ന ഉറപ്പ്. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അയക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു കാന്തമായി മാറുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യമാകുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീപ്പൊരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ സ്വന്തം ഭാഗ്യം നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബുദ്ധ സ്റ്റോറി ഹബ്ബ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്ന കാര്യങ്ങളാണ് ഓരോ വീഡിയോയിലും ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം അടുത്ത വീഡിയോ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം.
വുഡ് സ്റ്റോറി ഹബ്. എവിടെയാണോ ചിന്തകൾ മാറുന്നത്, ഭാഗ്യം പിറക്കുന്നത്. അടുത്ത അത്ഭുത വീഡിയോയിൽ കാണാം. അതുവരെ വിശ്വാസം സൂക്ഷിക്കുക, പ്രപഞ്ചത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക.